വട്ടു പിടിച്ചോ? ഈ ഇത്തിരി വട്ടാണെന്ന് കരുതിക്കോ. എനിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുക സാവിത്രി. എന്താ അത്ര സന്തോഷം? ജോലി വല്ലതും കിട്ടിയോ? അല്ല, ഒരു ജോലി കുറഞ്ഞിട്ടതിന്റെ സന്തോഷം. കുറഞ്ഞു കിട്ടേ? എന്ത് തന്നെ ആയാലും സ്നേഹമുള്ള ആളാ രാവുണ്ണി മുതലാളി. നീ ചായ കൊടുത്തില്ലേ? ഇല്ല. ഞാനെന്തിനാ അയാളെ സൽക്കരിക്കുന്നേ? കഷ്ടായിപ്പോയി. പണ്ടം തിരിച്ചു തരാൻ വന്നതല്ലേ മുതലാളി, ഒരു ഗ്ലാസ് ചായെങ്കിലും കൊടുക്കായിരുന്നു. പണ്ടം തിരിച്ചു തന്നോ? ആര്? അയ്യോ, അപ്പൊ അയാളത് തന്നില്ലേ? ഇല്ല, തന്നില്ല. മുതലാളി വന്നു കേട്ടപ്പോ ഞാൻ കരുതി പണ്ടം മടക്കി തന്നു. കടം വാങ്ങിയ കാശ് കൊടുക്കാതെ അയാൾ തരാൻ പോവല്ലേ? പിന്നെ അയാൾ എന്തിനാ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇനിയിപ്പോ ഞാനില്ലാത്തതുകൊണ്ട് തരാതെ പോയതായിരിക്കോ? നേരിട്ട് ചോദിച്ചു നോക്കാം. എന്റെ പെണ്ണുമുള്ളയുടെ അറിഞ്ഞാണം മുതലാളിക്ക് എന്തിനാ? അതിങ്ങ് തന്നേക്ക് രാവണ്യ മുതലാളി. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തകരും. കാശോ തരാം മുതലാളി, അമ്മയുടെ തട്ടം തരാം. സ്വയം സംസാരിക്കുന്നു. ഇവന് ചിത്തഭ്രമം പിടിവിട്ടുവോ? നീലകണ്ഠ, ഇവിടെ വരൂ. മാഷായിരുന്നു, ഞാൻ കരുതി. കോളടിച്ചല്ലോ. മുതല് കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ? പണയപ്പട്ടം തിരിച്ചു കിട്ടിയെന്നോ? കിട്ടിയില്ലല്ലോ മാഷേ. അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ണി എന്നോട് പറഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതാ. എനിക്ക് ആ സാധനം തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. സത്യം ദൈവത്താണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല. പിന്നെ ഞാൻ നുണ പറഞ്ഞാണോ? നീ കള്ളന് കഞ്ഞി വെച്ചവനാണല്ലോ. എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. പൊട്ടിത്തെറിച്ചോ? ഇല്ല. ഇല്ലല്ലോ. ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ. എങ്കിലാ പണയപ്പണ്ട പിന്നെ അവിടെ പോയി?